ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2019 മുതൽ 2022 വരെ അച്ചടിച്ച 10 രൂപ നോട്ടുകളുടെ വാല്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ 1 എ എന്നെഴുതിയിരിക്കുന്നതാണ് പ്രിഫിക്സ്. ഈ ഒരു എൽ കിടക്കുന്ന കണ്ടില്ലേ, അത് ഇൻസെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നമുക്ക് വിവരങ്ങളിലേക്ക് പോകാം. ഇൻസെറ്റ് എൽ, പ്രിഫിക്സ് എ ബി സി ഡി ഇ എഫ് മുതൽ 00G വരെയുള്ള സീരീസ് ഉള്ള നോട്ടുകൾക്ക് 25 രൂപ UNC കണ്ടീഷനിൽ ലഭിക്കുന്നതാണ്. അടുത്തതായി 2019 തന്നെ അച്ചടിച്ചിട്ടുള്ള 6 ഇൻസെറ്റ് ആയിട്ടുള്ള നോട്ടുകൾ. പ്രിഫിക്സ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് മുതൽ 79K വരെയുള്ള സീരീസ് ഉള്ള നോട്ടുകൾക്ക് 25 രൂപ UNC കണ്ടീഷനിൽ ലഭിക്കുന്നതാണ്. അടുത്തതായി 2020 നോട്ടിൻ്റെ വാല്യൂ ആണ്. 6 ഇൻസെറ്റ് ആയിരിക്കണം. പ്രിഫിക്സ് എൽ എം എൻ പി ക്യു ആർ എസ് ടി യു വി മുതൽ 99W വരെ 25 രൂപ UNC കണ്ടീഷനിൽ ലഭിക്കുന്ന നോട്ടുകളാണ്. അടുത്തത് 2021 ഇൻസെറ്റ് ഇല്ല, പ്ലെയിനാണ്. പ്രിഫിക്സ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് കെ എൽ എം എൻ പി ക്യു ആർ എസ് ടി യു വി മുതൽ 99W വരെയുള്ള നോട്ടുകൾക്ക് UNC കണ്ടീഷനിൽ 25 രൂപ വരെ വില ലഭിക്കുന്ന നോട്ടുകളാണ്. ഇനി അടുത്തതായി 2021 പുറത്തിറക്കിയിട്ടുള്ള ഇൻസെറ്റ് ഇ ആണ്. പ്രിഫിക്സ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് കെ എൽ എം എൻ പി ക്യു ആർ എസ് ടി യു വി മുതൽ 99W വരെ 25 രൂപ UNC കണ്ടീഷനിൽ ലഭിക്കുന്നതാണ്. അടുത്തതായി 2021 6 ഇൻസെറ്റ് ആയിട്ടുള്ള പ്രിഫിക്സ് 75K മുതൽ എൽ എം മുതൽ 07N വരെയും 07P വരെയുള്ള നോട്ടുകൾ UNC കണ്ടീഷനിൽ 25 രൂപ വില ലഭിക്കുന്ന നോട്ടുകളാണ്. അടുത്തതായി വർഷം 2022 പോവുകയാണ്. 2022 പരിശോധിച്ചാൽ ഇൻസെറ്റ് പ്ലെയിൻ ആയിരിക്കണം. പ്രിഫിക്സ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് കെ എൽ എം എൻ പി ക്യു ആർ എസ് ടി യു വി മുതൽ 99W വരെയുള്ള സീരീസ് ഉള്ള നോട്ടുകൾ 30 രൂപ പ്രൈസ് UNC കണ്ടീഷനിൽ ലഭിക്കുന്ന നോട്ടുകളാണ്. അടുത്തതായി 2022 തന്നെ ഇറങ്ങിയ നോട്ടുകളാണ്. ഇൻസെറ്റ് ഇ ആയിരിക്കണം. പ്രിഫിക്സ് എന്ന് പറയുന്നത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് കെ എൽ എം എൻ പി ക്യു ആർ എസ് ടി യു വി മുതൽ 99W വരെ 30 രൂപ UNC കണ്ടീഷനിൽ ലഭിക്കുന്ന നോട്ടുകളാണ്. അടുത്തതായി 2022 ലാസ്റ്റ് നോട്ടുകളിലേക്ക് വരാം. ഇൻസെറ്റ് 6 ആയിരിക്കണം. പ്രിഫിക്സ് 08P മുതൽ ക്യു ആർ എസ് ടി യു വി മുതൽ 99W വരെയുള്ള നോട്ടുകൾക്ക് UNC കണ്ടീഷനിൽ 30 രൂപ വരെ വില ലഭിക്കുന്നതാണ്. 2022 കച്ചവടം നടന്നതാണ്. 2023 ആദ്യം ഇറങ്ങിയ ബുക്കാണിത്. വില അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.
ഇതുപോലുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. വേറെന്തോ കൂടെ പറയാമെന്നാണ്. ഈ വർഷങ്ങളെല്ലാം ഒപ്പ് ഗവർണറുടെ ഒപ്പെന്ന് പറഞ്ഞാൽ ശക്തികാന്ത് ദാസിൻ്റേതായിരിക്കണം എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം വേറൊരാൾ കയറി ഈ വർഷങ്ങളിലൊന്നും ഒപ്പിടല്ലോ എന്ന് നിങ്ങൾ കമൻ്റ് ഇട്ടാൽ എനിക്കൊന്നും പറയാനില്ലാതെ പോകും. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.